വിശേഷമായിട്ട് കളഞ്ഞിട്ട് വീട്ടില് റെസ്റ്റ് എടുത്തിട്ട് കിടക്കുന്നത്. ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ എവിടെ വിശേഷമാകാൻ തഥാ രീതിയിൽ പോകും. ഇപ്പൊ എത്ര നാളായി പുള്ളി മരിച്ചിട്ട്? മരിച്ചിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. ഇവള് വിശേഷമായിട്ട് കളഞ്ഞിട്ട് 2-3 മാസം ആയിട്ടുള്ളൂ. അതിനുശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് വിശേഷമായിട്ട്. ഭർത്താവ് മരിച്ചിട്ട് 6 മാസം കണ്ട് അവർക്ക് വിശേഷമായി. അവള് ആത്മഹത്യക്ക് ശ്രമിച്ചു. കൈ 2 വട്ടം മുറിച്ചു. ഉമ്മാന്റെ കൈ കടിച്ചു മുറിച്ചു. ഉമ്മാന്റെ അടുത്ത് ആഘോഷം ചെയ്യിക്കാനും കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞപ്പോ ഉമ്മ കൂടെ പോവാണ്ട് ഉമ്മാന്റെ കൈ അവള് കടിച്ചു മുറിച്ചു. അഹങ്കാരത്തിന് കണ്ണും കാലും വെക്കുക, അതിന് ഷാജിദ എന്ന് പേരിടുക എന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതിന് ഓരോ ദിവസവും തെളിയിക്കുന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ അഹങ്കാര മനോഭാവം തെളിയിക്കുന്ന രീതിയിലും പുള്ളിക്കാരി വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. അവർ തന്നെ അവർക്ക് കുഴി തോണ്ടി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഇവർ യൂട്യൂബർമാർക്കെതിരെ കുറ്റം പറഞ്ഞു. അതോടൊപ്പം തന്നെ അവരുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇടുന്ന നല്ലവരായി അവരെ സപ്പോർട്ട് ചെയ്ത ജനങ്ങൾക്കെതിരെയും അവർ മോശം പറഞ്ഞു. കാരണം അവർ വിധവയാണെന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തെ അവർ വേറെ ഏതോ രീതിയിൽ ചിത്രീകരിച്ചു. അതോടൊപ്പം തന്നെ ഇവരെ സഹായിച്ചവരെ അവർ വെറും ഒരു നികൃഷ്ട ജീവികളെ പോലെ കാണുന്നു. അവരൊന്നും സഹായിച്ചിട്ടല്ല ഇവർ കഴിയുന്നത് എന്ന രീതിയിൽ ഇവർ പറയുന്നു. കാരണം ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഇവരുടെ കഷ്ടപ്പാടുകൾ ഇവരുടെ ഒരു ഇൻ്റർവ്യൂയിലൂടെ പറയുകയും ഇവർക്കൊരു വീടില്ല എന്ന് പറയുകയും അതിലെല്ലാവരും സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. അന്നേരം തൊട്ട് ഇവർ കുറച്ച് ഫെയിം ആകാൻ തുടങ്ങി. ആ ഫെയിം ആയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള യൂട്യൂബർമാർ ഇവരെ വീഡിയോ എടുത്ത് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇവർ ഫേമസ് ആയത്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർക്ക് തന്നെ ഇട്ട് അടി കൊടുത്തു. പിന്നെ വേറൊരു പുള്ളിക്കാരി, മഷൂറ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി, ആ പുള്ളിക്കാരിയുടെ ചാനൽ ഇവർ പൂട്ടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി ഇവരുടെ അഹങ്കാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ നല്ല രീതിയിലൊരു അടി കിട്ടുന്ന രീതിയിൽ ഇവരുടെ നാത്തൂൻ, അതായത് ഇവരുടെ മരിച്ചുപോയ ഭർത്താവ്, 1 വർഷം മുമ്പാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പെങ്ങൾ വന്ന് ഒരു കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്താണത്? അതാ പറഞ്ഞേ, മറ നീക്കി പുറത്ത് വരും എൻ്റെ പൊന്നു ഷാജിദ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ അങ്ങോട്ട് കുറ്റവും പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് മീഡിയയിൽ അങ്ങോട്ട് വന്നങ്ങോട്ട് ഹൈപ്പാകാൻ വിചാരിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, കുടുംബത്തെ കുറ്റം പറഞ്ഞ കാര്യം അന്നൊരു ദിവസം ഇൻ്റർവ്യൂവിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ കുടുംബത്തെ കുറ്റം പറഞ്ഞിരുന്നു. അന്നേരം ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് ആരും അവിടുന്ന് പ്രതികരണമൊന്നും വന്നില്ല അവരുടെ വീട്ടിൽ നിന്നും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഷാജിദ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത് ശരിയായിരിക്കും. കാരണം എല്ലായിടത്തും ഈ നാത്തും പോരും അമ്മായിമ്മ പോരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയായിരിക്കുമെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പുള്ളിക്കാരി ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു, വീടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തു, നമ്മളൊക്കെ വീഡിയോ ഇട്ടു. അത് കാരണം അങ്ങനെ ഇവർക്ക് നല്ല രീതിയിൽ റീച്ച് വന്നു. നല്ല കാര്യം തന്നെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, 5 മക്കളുണ്ട്, എല്ലാം ഓക്കെ. എന്നാൽ ഇപ്പോൾ നാത്തൂൻ വന്നിട്ട് ആ കാര്യം കൊണ്ട് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ട് നോക്കും. ചെറിയ ലെങ്താണ്, എന്തായാലും നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് ബാക്കി കുറച്ച് കാര്യം പറയാം. ഞങ്ങൾ എല്ലാരും കൂടി ഡിസ്കസ് ചെയ്തു. അപ്പൊ എന്റെ വലിയ ഞങ്ങളെയൊക്കെ പറഞ്ഞു, അവര് ചെറിയ മക്കളല്ലേ, അവർക്ക് അറിയില്ല ഇങ്ങനെ മോശക്കാരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾക്ക് അത് പിന്നീട് വെളിയിലിറങ്ങി നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ ജീവിച്ചോട്ടെ, കുട്ടികളെ തന്നെ മനസ്സിലാക്കും, നമ്മൾ പറയണ്ട എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഇതിൽ അത് ഇതുവരെ പറഞ്ഞത് ഒരു പോയിട്ട് പോലും സത്യമില്ല. കുടുംബക്കാരെ പറ്റി പറഞ്ഞല്ലേ, അതെനിക്കും തോന്നി. ആ കുടുംബക്കാരെ പറ്റി പറഞ്ഞതും അവള് പറയുന്ന കാര്യങ്ങളും ഏത് സത്യമില്ല. അവള് തനിപ്പഴയ അവനുള്ളുമ്പോഴേ താത്ത ഞങ്ങൾ മുസ്ലിംസ് അല്ലേ, അവനുള്ളുമ്പോ തന്നെയാണ് അവള് പല ആണുങ്ങളായിട്ട് ഉള്ളത് കൊണ്ടാണ് അവനത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ എന്ത് സംഭവങ്ങളുണ്ട്, അവളുടെ പോക്ക് ശരിയില്ല, അവളുടെ നിലപാട് ശരിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവനെ കൊണ്ട് സൂചിപ്പിച്ചു. പോകുന്നത് ഇന്നവിടെ വേണ്ടാത്തൊരു സ്ഥലത്ത് വെച്ച് എന്റെ ഭാര്യനെ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്ന് എല്ലാവരും പറയുന്നു. അവൻ വിശ്വസിച്ചില്ല. അവൻ പറഞ്ഞാൽ അവനൊരു പാപമാണ്, അവൻ കെട്ടിയവളുടെ അങ്ങോട്ട് അമിതമായി സ്നേഹിച്ചു, അങ്ങനെ മക്കള് പറഞ്ഞ ജീവനാണ്, അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആര് പറഞ്ഞാലും അവനോട് എടുക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. ഇപ്പം അവര് കൂട്ടുകാരന്മാരും എല്ലാരും പറയാൻ തുടങ്ങി. ലാസ്റ്റ് എന്താണ് അവർക്ക് എല്ലാവരും അങ്ങനെ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ എന്ന് അവൻ ഒരു ദിവസം ഒരിക്കൽ ചിന്തിച്ചു. അതിന്റെ ഇടയില് ഇവന്റെ മൂത്ത മകൻ തന്നെ അങ്ങനെയാണ് രാത്രി നേരത്തെ കോള് വരുമ്പോ രാത്രി അപ്പൊ ഞാൻ നല്ല അടിയെത്തിക്കാ പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞത്. ആ മൂത്ത മകന് എല്ലാ സത്യങ്ങളും അറിയാം, അതുകൊണ്ടാണ് അവൻ മിണ്ടാതിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്ന് ഷാജിദ ചേച്ചി അടിപൊളിയാ കേട്ടോ, കൊള്ളാം. പോരട്ടെ ബാക്കി. വലിയ മകൻ ഓരോ വീഡിയോയിൽ ഇങ്ങനെ ഭൂമിയായിട്ട് മിണ്ടാതിരിക്കുന്നത്. അവർക്ക് സത്യങ്ങൾ അറിയാതാ, അവർക്ക് എല്ലാ സത്യം അറിയാം. അതുകൊണ്ടാണ് കുഞ്ഞ് സൈലന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോയിൽ അവർക്ക് പറയാൻ കഴിയില്ല. അവനും എന്തെങ്കിലും അവന് എന്റെ ആളെ ഉള്ളുമ്പോ തന്നെ ഇവള് പറയുമ്പോ അവനെ നല്ല ഇട്ടിരിക്കുക. അവള് പഠിച്ച കല്യാണം, അവള് ചില്ലറക്കാരിയല്ല അവൻ അത് ഒരാൾക്ക് പറഞ്ഞറിയിച്ച മനസ്സിലാവില്ല, അനുഭവിച്ചറിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ.
അത്രയും ഹോസ്പിറ്റലാണ്. അവര് മൂന്ന് മക്കളാണ്. ഏറെ അനിയത്തികൾ ഉള്ള കൂട്ടിയിട്ട് ഇവിടെ താഴെ 2 അനിയത്തികൾ, അങ്ങനെ 3 മക്കളാണ്. ഒരെണ്ണമെങ്കിലും ഭർത്താവിന്റെ വീട്ടിലിരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് വയ്യ, അതുപോലെ പെരുത്താൻ വയ്യ. കാരണം അത്രയും വായു സാമർത്ഥ്യം, വായു ഇതും അടിച്ച് അവരെ സമാളിക്കാൻ പറ്റുന്നില്ല. 2 കൂട്ടി തരികയാണ്. ഇവർക്കറിയാം ഇവരുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഇവരൊക്കെ അറിയാം. എന്നാലും അവൻ വലിച്ചുകൊണ്ട് നടന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അവനെ ചതിക്കാൻ അറിയില്ല. ഇവർക്ക് ഇവർ നല്ല സ്നേഹമുള്ളവനായിരുന്നു, ചതിക്കാൻ അറിയില്ല. എല്ലാവരും പറഞ്ഞിട്ടും വിശ്വസിക്കാണ്ട് ലാസ്റ്റ് ഓരോ ഭാഗത്ത് വെച്ച് ഇങ്ങനെ കാണേണ്ടവർക്ക് ഒരു ഭാഗം വെച്ച് തുടിച്ചതിന് ശേഷമാണ് ഇവനത് ചെയ്തിരിക്കുന്നത്. കയ്യോടെ പിടികൂടിയതിന് ശേഷമാണ് ഇവനത് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അവളുടെ വിശ്വസിക്കണ്ട, അവളൊന്നും വിശ്വസിക്കണ്ട, ആരും വിശ്വസിക്കണ്ട. ഇനി ഞങ്ങൾക്ക് ഇപ്പൊ എന്താ എനിക്ക് പേടി ചോദിച്ചാല്, ഇനിയിപ്പോ ഓരോരോ ചെക്കന്മാരിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, അവരെ ഒന്ന് ഒടുക്കം ജീവൻ ഒടുക്കാണ്ടിരിക്കണം. അത്രേ വേണ്ടു. അവര് എന്റെ ആളെ തീരുമാനം ചെയ്യാണ്ടിരിക്കണം. അവളുടെ കൂടെ കൂടിയ അത് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്. കാരണം ആ ലെവലിലേക്ക് കൊണ്ടെത്തിക്കും. അവർ പറഞ്ഞു കേട്ടോ, എൻ്റെ ആങ്ങളെ ചെയ്തതുപോലെ ഇനിയും കെട്ടാൻ പോകുന്ന ചെറുക്കന്മാർ ചെയ്യാതിരിക്കട്ടെ എന്ന് അവർ പറയുകയാണ്. കാരണം അത്രമാത്രമാണ് ഇവരുടെ സ്വഭാവം എന്നാണ് ഈ നാത്തൂൻ പറഞ്ഞു വെക്കുന്നത്. എന്താണ് എന്തുമായാലും ബാക്കി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അധികപ്പറ്റായിപ്പോയി. അപ്പോൾ തന്നെ ആങ്ങളയുടെ മരണത്തിന് ദുരൂഹത വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ആ പെങ്ങൾ പറഞ്ഞു വെക്കുന്നത്. കാരണം ആ ലെവലിലേക്ക് കൊണ്ടെത്തിക്കും. ആ ഒരു പേടിയുള്ളൂ. ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ അവൾ എങ്ങനെയോ നടന്നോട്ടെ, എങ്ങനെയോ കൃഷിയല്ല. അല്ല, അതൊക്കെ അവളുടെ തലയിലെടുത്ത് അവന്മാരെ തലയിലെടുത്ത് അതൊന്നും നമ്മൾ നോക്കാൻ പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കണം. നിങ്ങൾ പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയണം. അതായത് നോക്കിയില്ലെന്നും പിടിച്ചു പറിച്ചെന്നൊക്കെ അവള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഗൻസ്റ്റ് പറയുക തന്നെ വേണം. അവരെന്താ ഞാൻ പറഞ്ഞത്, ചിലത് ഇടയ്ക്ക് കുറെ വീഡിയോസ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇന്റർവ്യൂ ചെയ്തതല്ലേ. അതെ, അപ്പോഴും നിങ്ങൾക്കൊന്നും പറയാനില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിനല്ലേ അവർ അവതരിപ്പിക്കുന്നത്? പൈസനെ അതിനെയൊക്കെ വിളിച്ച് ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്റർവ്യൂ കൊണ്ടുവന്ന ഇന്റർവ്യൂ നമ്മളോട് അവര് ഇന്റർവ്യൂ എടുക്കുന്നവർ ചിന്തിക്കണം. എന്താണ് ഇതിന്റെ ബാക്കിൽ വേറൊരു കുടുംബമുണ്ട്, നമ്മളിതിന്റെ മാത്രം കേട്ടാൻ പാടില്ല. അത് ഇവർ പറഞ്ഞത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത്? ഒരു ഇന്റർവ്യൂ എടുക്കുന്നവർ അവരെങ്ങനെ അറിയുന്ന മറ്റവരുടെ കാര്യം? ഇവരെയാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നതല്ലേ അവർ കേൾക്കത്തുള്ളൂ. ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ അവർ മറുപടി പറയുന്നു. അല്ല മറ്റൊരു കുടുംബം ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് ഇന്റർവ്യൂ അത്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും പറ്റത്തില്ല. പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളോട് ആ കാര്യം ചോദിക്കണം. അതൊരിക്കലും നടക്കത്തില്ല. ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ മാത്രമേ അവർക്ക് ആ ചാനലിലൂടെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അവരെന്താണോ പറയുന്നത് അവരാണ് പറയുന്നത്. അല്ലാതെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അവർക്ക് പറയുന്നുള്ള പറഞ്ഞിട്ട് കേട്ടിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അത് ചേച്ചി പറഞ്ഞത് തെറ്റാണ്. അത് വിഷമം കൊണ്ടാണ്. ഓക്കെ, ബാക്കി അത് ലോകം എങ്ങനെയാണ് ഇപ്പൊ സത്യം മനസ്സിലാക്കത്തില്ല. ഇതിപ്പോ നമുക്ക് ഞാൻ അസ്യൂം ചെയ്തത് അനുസരിച്ചിരിക്കുന്നവരെന്താ സൈലന്റ് ആയിരിക്കുന്നത്? ആ കുടുംബക്കാരെയല്ലേ ഇവളിങ്ങനെ പറയുന്നത്. 4 കുട്ടികളെയും പ്രസവിച്ച് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിയാത്ത ഒരു എന്ത് വർത്തമാനമായി ഇത് പറയണേന്ന് എനിക്കും തോന്നിയായിരുന്നു. സത്യം കടലിലെ പാർട്ണർഷിപ്പ് കഴിഞ്ഞത് ഏട്ടനും കൂടിയിട്ടാണ് കടയിട്ടത്. മരിച്ചവരും എന്റെ 3 ആങ്ങളെയും കൂടിയിട്ടാണ് കടയിട്ടത്. ഞങ്ങൾ പുറത്തൊക്കെ പൈസ ഇറക്കിയിട്ട് രണ്ടാളും കൂടി കടയിട്ട് അത്യാവശ്യം പേപ്പറിലാണ്ട് വരുമാനമായപ്പോൾ പുള്ളിക്കാണ്ട് കണ്ടു ഇവള് കടയിൽ നിന്ന് ഒഴിയണം. എന്റെ വലിയ ആളെ കടയിൽ നിന്ന് ഒഴിയണം പറഞ്ഞു. രണ്ടാളും കൂടി കാതറായിട്ട് കടയിട്ടാൽ പെട്ടെന്ന് അങ്ങനെ ഒഴിയാൻ പറഞ്ഞാൽ ഒഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുമായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ കട നടത്തിപ്പോ നടത്തിക്കൊണ്ട് പോയി. ഇവള് നടത്തിക്കൊണ്ടുപോയപ്പോ ഇവള് ഒരു നിബന്ധന അവനെ കൊണ്ട് പറയിപ്പിച്ചു. അവൻ പറയില്ല, അവനെ കൊണ്ട് പറയിപ്പിക്കാല്ലേ. പെണ്ണുങ്ങളാണ് ഇതിന്റെ അടിയിലുള്ള ഏകത്തെ പറയിപ്പിച്ചു. 1 ലക്ഷം രൂപ ഞങ്ങൾ അവിടെ തന്നാൽ കട ഒഴിയോ ചോദിച്ചു. എന്റെ കല്യാണങ്ങളെ കൊണ്ട് നീ തന്നാൽ ഞാൻ ഒഴിയാം എന്ന് കല്യാണങ്ങൾ പറഞ്ഞു. ഇവരിപ്പോ 1 ലക്ഷം പറയാൻ വാങ്ങി കൊണ്ട് തന്നു കൊടുക്കാൻ സംഭവം ഉണ്ടായില്ല. 1 ലക്ഷം ഞാൻ അങ്ങോട്ട് തന്നാൽ നീ ഒഴിയണം, നീ ഇങ്ങോട്ട് തന്നാൽ ഞാൻ ഒഴിയാന്നാണ് കരാർ വെച്ചു. വെളുപ്പ് കൊടുക്കാനുണ്ടായിരുന്നില്ല. വലിയ ഞങ്ങൾ വെളുപ്പ് കൊടുത്തു, ഒഴിയട്ടില്ല. അതാണ്. അല്ലാണ്ട് കട ആദ്യം പഠിപ്പിച്ചില്ല. ഇപ്പോഴാണ് ആ നിയമം കൊണ്ടുവന്നത്. എല്ലാം ചെയ്യുന്നു. ഞങ്ങൾ സാക്ഷി, ഞാൻ ചെറിയ പെങ്ങളാണ്. നടന്ന പ്രശ്നങ്ങൾ തീർക്കാം. അവള് വീഡിയോ ചെയ്യുന്നതിനൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. ആ വീഡിയോ കണ്ടോ നിങ്ങള്? ഇല്ല, ഞാൻ അത് നോക്കിയില്ല. ഞാൻ ലാസ്റ്റ് ഉള്ളവരുടെ തന്റെ തോറുള്ള ഇപ്പൊ ഏതൊരു പയ്യന്റെ കൂടെയുള്ള റീൽസും കണ്ടു. മലയാള ചാനലിൽ എന്റെ എന്താണ് വീഡിയോ ഇന്റർവ്യൂകൾ പറയുന്നത് എനിക്ക് 4 മാസത്തോളേക്ക് വീഡിയോ ചെയ്യാൻ പറ്റി. ഈ 4 മാസം അവളെ അവിടെ പോയി. ഈ 4 മാസം അവള് വിശേഷമായിട്ട് കളഞ്ഞിട്ട് വീട്ടില് റെസ്റ്റ് എടുത്തിട്ട് കിടക്കണത്. ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ എവിടെ വിശേഷം അതാ ബിബി ഗർഭോ. ഇപ്പൊ എത്ര നാളായി പുള്ളി മരിച്ചിട്ട്? മരിച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ. ഇവള് വിശേഷമായിട്ട് കളഞ്ഞിട്ട് 2-3 മാസമായിട്ടുള്ളൂ. അതിനുശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് വിശേഷമായിട്ട്. ഭർത്താവ് മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ട് അവർക്ക് വിശേഷമായി. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. കൈ 2 വട്ടം മുറിച്ചു. ഉമ്മാന്റെ കൈ കടിച്ചു മുറിച്ചു.
എന്തുവാണ് ഈ നാത്തൂൻ പറയുന്നത്? നാത്തൂൻ പറയുന്നത് ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരി 4 മാസം ഗർഭിണിയായിരുന്നു, അത് കളഞ്ഞു എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് ആത്മഹത്യയിൽ ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തുവായാലും ഇവിടെ നാത്തൂൻ വന്നിട്ടാണ് കാര്യം പറഞ്ഞത്. ഇനി ചിലപ്പോൾ ഇത് നാത്തൂൻ പോരുകളാണോ എന്നൊന്നും അറിയത്തില്ല. അവർക്ക് തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. എന്തുവായാലും ഈ പുള്ളിക്കാരിയാണ് തുടങ്ങി വെച്ചത്. അവരാണ് ഇൻ്റർവ്യൂവിലൂടെ ഈ പറയുന്ന ഇവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ മറുപടി ഈ ഷാജിദയ്ക്ക് അർഹിക്കുന്നത് തന്നെയാണ്. കാരണം ഇവരിപ്പോൾ വന്നിട്ട് ഇത്രമാത്രം അഹങ്കാരം എടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് വിചാരിച്ച് കാണും, ഇവൾ ഇത്രമാത്രം അഹങ്കാരത്തോടൊക്കെ വർത്തമാനം പറയുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ വന്ന് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്തുമായാലും അവരുടെ ഈ ഒരു വോയിസ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഷാജിദ ചേച്ചി ഇപ്പോൾ അങ്ങോട്ട് തേഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്തുമായാലും അഹങ്കാരത്തിൻ്റെ അങ്ങേ അറ്റത്ത് പോയി നിന്ന ചേച്ചി കുറച്ച് അല്പം താണു എന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല. എന്തായാലും ഇതിനൊരു മറുപടി എന്തായാലും നമ്മുടെ ഷാജിദ ചേച്ചി പറയാതിരിക്കില്ല. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.